ഹലോ വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ചെറു ചൂടോടെയും അല്ലെങ്കിൽ തണുപ്പിച്ചിട്ടും വേണമെങ്കിൽ കഴിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് തരി കാച്ചിയതിന് പകരമായിട്ടൊക്കെ കുടിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ചേരുവകൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2 ടേബിൾ സ്പൂണോളം കട്ട് ചെയ്തെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റ് ആയിട്ട് വരുന്ന സമയത്തിന് നമുക്കിതിലേക്ക് കുറച്ച് കിസ്മിസ് കൂടി ഇട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒന്ന് വറുത്തെടുക്കാം. കിസ്മിസ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊങ്ങി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. പഴം ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പഴത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് നന്നായിട്ട് വഴന്ന് വരുന്ന രീതിയിൽ, ഉടഞ്ഞു പോവണ്ട, നന്നായിട്ട് വഴന്ന് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ചിരുവിയ തേങ്ങ കൂടി ചേർക്കുന്നുണ്ട്. തേങ്ങ ഓപ്ഷണലാണ്, ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റാണ്, തേങ്ങ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്. തേങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. തേങ്ങ ചേർത്തിട്ട് 1 മിനിറ്റ് കൂടി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് പാലാണ് ചേർത്തിട്ടുള്ളത്. 1/2 ലിറ്റർ പാലാണ്. 250 ml കപ്പിന് 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മധുരത്തിനായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ നിറയെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ടുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ചുകൂടി കൂട്ടിയെടുത്താൽ മതി. ഒരുപാട് മധുരമില്ല, നമുക്ക് റവ കാച്ചിയതിൻ്റെയൊക്കെ പോലെ ഒരു മീഡിയം സൈസിലുള്ള മധുരമാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്താൽ മതി. ഇനി ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ മൈദ ചേർത്താലും മതി, രണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. പാലിലേക്ക് ചേർത്തിട്ട് നമുക്ക് പാൽ ചൂടായി വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമുക്ക് ഗോതമ്പ് പൊടി ചേർത്താൽ പിന്നെ കൈ വിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. പാല് ചൂടാവുന്ന സമയം കൊണ്ട് തന്നെ ചെറുതായിട്ടും തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. പാല് ചെറുതായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് തന്നെ ഇതുപോലെ കുറുകി വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഇതിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി പാകമായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഈ 1/2 ലിറ്റർ പാലിലേക്ക് കറക്റ്റായിട്ടുള്ളൊരു അളവാണ്. ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 2 നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ച് സമയം ഇതൊന്ന് പാകത്തിന് ചൂടാവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നമുക്കിത് തണുപ്പിച്ചിട്ട് വേണമെങ്കിലും കഴിക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ചൊന്ന് തണുപ്പിച്ചിട്ട് കുടിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാനിപ്പോൾ ഇത് നമുക്ക് റവ കാച്ചിയതിന് പകരം കുടിക്കാനായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറു ചൂടോട് കൂടിയിട്ട് കുടിക്കാനാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ നമുക്ക് തണുപ്പിച്ചിട്ട് കുടിക്കേണ്ടവർക്ക് അങ്ങനെ കുടിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചെറു ചൂടോട് കൂടിയിട്ട് വേണമെങ്കിലും കുടിക്കാം. ഇതിപ്പോൾ പാകത്തിന് ചൂട് ആയിട്ടുണ്ട്, ഒരു ചെറു ചൂടാണുള്ളത്. അപ്പോൾ നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് റവ കുടിക്കുന്നതിന് പകരമായിട്ട് കുടിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള ഡ്രിങ്കാണ്. നമുക്ക് റവ കാച്ചിയതൊക്കെ സ്ഥിരമായിട്ട് കുടിക്കുന്നവർക്ക് അതിന് പകരമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഡ്രിങ്കാണ്. പഴത്തിൻ്റെ പീസും നട്ട്സൊക്കെ കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഡ്രിങ്കാണ്. നമുക്ക് നോമ്പ് സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണ്. ചൂടോടെയും തണുപ്പിച്ചിട്ടും കഴിക്കാനും വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.